Good afternoon. Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, all of you. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? പ്രെയർ ആരാ ചെയ്യുന്നേ? Prayer ഞാനാണ് മാം, ശ്രുതി. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ പ്രെയർ. ഒരു minute. God will make a way that where there seems to be on the way. He works in ways we cannot see. He will make a way for me. He will hold my guide, hold me closely to his side with love and strength for each new day. He will make a way. He will make a way. കഴിഞ്ഞു മാം. ഓക്കെ, സൈനിന്റെ ആരാ? ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ. ഞാനിവിടെ ഒരു മോറൽ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. ഷെയറിംഗ് ഈസ് കെയറിംഗ്. Once lived a girl named Ria. She never used to share her things anyone, not even with her friends. One day she went for picnic with her class friends. She had brought foods for lunch. Suddenly she fell down and her strawberry too fell down. She started crying very loudly. One of her classmates, Rani, came to her and said, "Don't cry, please take my sandwiches." Ria asked, Rani, why are you sharing your food with me? Because my mother says sharing is caring. From that onwards, Ria started sharing her things with everyone. She learned a very important lesson, the lesson that sharing is caring. The moral, always share your things with others. Sharing is caring. Thank you. Thank you. Thought of the day? ഞാനാണ് അഞ്ജു. If the advice is good, don't look who said it. APJ Abdul Kalam. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെയായിരുന്നു പറഞ്ഞു നിർത്തിയത്? ആ ടേബിൾ ആയിരുന്നു അല്ലേ? മംസ് പറഞ്ഞായിരുന്നു. ഓക്കെ, ടേബിള് കഴിഞ്ഞല്ലേ? ടേബിൾ പറഞ്ഞായിരുന്നു, വായിപ്പിച്ചോ? ഞാൻ ആരെക്കൊണ്ടെങ്കിലും വായിപ്പിച്ചായിരുന്നോ? ഇല്ല മാം. ടേബിള് ഫിനിഷ് ചെയ്തോ അല്ലെങ്കിൽ തുടങ്ങാൻ പോകുന്നുള്ളോ? തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ മാം ആ ഒരു അസൈൻമെന്റ് പോലെ പറഞ്ഞായിരുന്നല്ലോ ചാർട്ടിൽ ചെയ്യാൻ. ചാർട്ടിൽ ചെയ്ത് വന്നിട്ട് നിങ്ങള് സബ്മിറ്റ് ചെയ്തായിരുന്നു അല്ലേ? ഓക്കെ. നിത്യ, ബ്രിജീഷ് ഒന്ന് ടേബിൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. Okay, ma'am. A regular immunization schedule needs to be followed since the time of the birth of the child till the stage mentioned in the schedule. When before birth to given the mother, കുട്ടി ജനിക്കുന്നതിന് മുമ്പ് അമ്മയ്ക്ക് കൊടുക്കുന്നത്. ടെറ്റനസ്, അതെന്തിനെന്ന് വെച്ചാൽ പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് ടെറ്റനസ് വരാതിരിക്കാൻ വേണ്ടി. പിന്നെ ആസ് സൂൺ ആസ് പോസിബിൾ ആഫ്റ്റർ ബർത്ത്, ജനിച്ചതിന് ശേഷം എത്രയും വേഗം നൽകുന്നതാണ് BCG, പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് ട്യൂബർകുലോസിസ്, TB നിന്നും സംരക്ഷിക്കാൻ. 6 വീക്സ് ഉള്ളപ്പോൾ, ഏജ് 6 വീക്സ്, DPT പോളിയോ ഡ്രോപ്സ് നൽകുക. പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് പോളിയോ, ഡിഫ്തീരിയ, പെർട്യൂസിസ് ആൻഡ് ടെറ്റനസ്, ഈ രോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ. ഏജ് 6 വീക്സ് ഓൺവേർഡ്സ് 3 ഡോസസ്, മന്ത് 6 മന്ത്. 6 വീക്കിൽ തുടങ്ങി 6 മന്ത് വരെ കൊടുക്കാവുന്നതാണ്. ഹെപ്പറ്റൈറ്റിസ് B, അത് പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് ജോണ്ടീസ് അറ്റ് 0 to 1, ജോണ്ടീസിനെതിരെ സംരക്ഷിക്കും. ഏജ് 10 വീക്സ്
സെക്കൻഡ് ഡോസ്. 10 മാസമുള്ളപ്പോൾ സെക്കൻഡ് ഡോസ് DPTയും പോളിയോ നൽകുക. അത് പ്രൊട്ടക്റ്റ് അഗെയിൻസ്റ്റ് പോളിയോ ഡിഫ്തീരിയയിൽ നിന്നും പോളിയോയിൽ നിന്നും കുഞ്ഞിനെ സംരക്ഷിക്കാൻ. ഏജ് 14 വീക്സ് തേർഡ് ഡോസ്. 14 ആഴ്ചയുള്ളപ്പോൾ തേർഡ് ഡോസ് DPTയും പോളിയോയും കൊടുക്കുക. ഏജ് 9 മന്ത്സ് 9 മാസം പ്രായമുള്ളപ്പോൾ മീസൽസിനുള്ളത് പ്രൊട്ടക്റ്റ് അഗെയിൻസ്റ്റ് മീസൽസ് എന്നുള്ള അസുഖത്തിൽ നിന്നും സംരക്ഷിക്കാൻ. ഏജ് 15 to 18 months MMR പ്രൊട്ടക്റ്റ് അഗെയിൻസ്റ്റ് മീസൽസ് മംസ് ആൻഡ് റൂബല ഈ 3 രോഗങ്ങൾക്കെതിരെ. ഏജ് 18 months പ്രായമുള്ളപ്പോൾ DPTയും പോളിയോ ഡ്രോപ്സും നൽകുക. അത് ബൂസ്റ്റർ ഡോസ് ആണ്. ആഫ്റ്റർ 24 months അതായത് 2 വയസ്സിന് ശേഷം. ടൈഫോയിഡ് പ്രൊട്ടക്റ്റ് അഗെയിൻസ്റ്റ് ടൈഫോയിഡിൽ നിന്നുള്ള രോഗത്തിൽ നിന്നും സംരക്ഷിക്കാൻ. ഓക്കെ, ആ താഴെ ഒരു പാരാഗ്രാഫ് ഉണ്ട്, അതും കൂടി ഒന്ന് റീഡ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്തോളൂ. The teacher should be aware of the common childhood diseases and be careful to notice if any child catches element which may be occurred by others. The teacher's knowledge of health care and immunization can help society from dangerous epidemics. ഈ ചൈൽഡ്ഹുഡ് ഡിസീസിനെതിരെ നമുക്ക് അവയർനെസ് ഉണ്ടാവണം. അത് നമ്മൾ നോട്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇങ്ങനെയുള്ളൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മളിത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. The teacher's knowledge of health care and immunization can help society. ടീച്ചർക്ക് ഇതിൽ അവയർനെസ്സും ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ സൊസൈറ്റിയിൽ നിന്നും ഇങ്ങനെയുള്ള എപ്പിഡമിക്സിനെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കും. എലിമെന്റ് എന്ന് പറഞ്ഞ രോഗമാണ് കേട്ടോ, ഡിസീസിനെയാണ് എലിമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ ഒരു ചാർട്ട് കണ്ടു. ചാർട്ട് വിശദമായിട്ട് ഇപ്പൊ നിത്യ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഓരോ സ്റ്റേജിലും കുട്ടിക്ക് കൊടുക്കേണ്ട വാക്സിൻസ് എന്തൊക്കെയാണ്. അത് ബിഫോർ ബർത്ത്, അതായത് അമ്മ ക്യാരിയിങ് ആയിരിക്കുന്ന ആ സമയത്ത് തുടങ്ങി കുട്ടിക്ക് 24 months വരെയുള്ള വാക്സിൻസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വിശദമായിട്ടുണ്ട്, വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. നിത്യ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇനി അത് പറയുന്നില്ല, നന്നായിട്ട് വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, ഒന്നുകൂടി പറയണോ? ഇനി പറയണമെന്നുണ്ടോ? വായിച്ചാൽ മനസ്സിലാവോ? നിങ്ങൾ പറയൂ, ഞാൻ പറയണോ? വേണ്ട? വേണ്ട മാം. ആ ഓക്കെ, വായിച്ചാൽ മതി കേട്ടോ. പിന്നെ താഴെ പറഞ്ഞിരിക്കുന്നുണ്ട്, അതായത് ഈ ടീച്ചർ എന്ന് പറയുന്ന വ്യക്തിക്ക്, അതായത് ഇപ്പൊ നിങ്ങളായാലും ഇപ്പൊ നിങ്ങളല്ലാത്ത കുറെ അധികം ടീച്ചേഴ്സ് ഉണ്ടല്ലോ നമ്മുടെ സൊസൈറ്റിയില്. അപ്പൊ ടീച്ചർമാർക്ക് കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസിനെ കുറിച്ച് അറിവുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ പല രോഗങ്ങളും പഠിച്ചല്ലേ. നമ്മളിപ്പോ MMR മംസ് പഠിച്ചു, എന്താണെന്ന് പഠിച്ചു, റുബല്ല എന്താണെന്ന് നോക്കി, മീസിൽസ് നോക്കി, പോളിയോമൈലൈറ്റിസ് നോക്കി, അതുപോലെ ഡിഫ്തീരിയ നോക്കി, അങ്ങനെ കുറെ അധികം അസുഖങ്ങൾ നമ്മൾ നോക്കി. എന്നിട്ട് കുറെ അധികം സിംറ്റംസ് ഉണ്ട്. അതുപോലെ തന്നെ അതിനെ പ്രതിരോധിക്കുന്ന ധാരാളം വാക്സിൻസ് ഉണ്ട്, ട്രീറ്റ്മെന്റ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ ധാരാളം നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോ ഒരു ടീച്ചർ എന്ന രീതിയിൽ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്തിരിക്കണം? അറിഞ്ഞിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് അറിഞ്ഞിരിക്കേണ്ടത്? അതായത് ടീച്ചറുടെ ക്ലാസ് റൂമില് ഒരു കുട്ടിക്ക് എന്തെങ്കിലും ഒരു രോഗം ഇതുമായി ബന്ധപ്പെട്ട്, അതായത് നമ്മൾ പഠിച്ചു കഴിഞ്ഞ ഏതെങ്കിലും ഒരു രോഗം വന്നു കഴിഞ്ഞാല് ഉടനെ തന്നെ ആ രോഗം ടീച്ചർക്ക് ഡയഗ്നോസ് ചെയ്യാനും അതിനനുസരിച്ച് കുട്ടിക്ക് എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെന്റ് കൊടുക്കാനും പാരന്റ്സിന് ഇൻഫോർമേഷൻസ് പാസ് ചെയ്യാനൊക്കെ ആർക്ക് സാധിക്കും? ടീച്ചർക്ക് സാധിക്കുന്നതാണ്. അപ്പോ എത്ര ചെറിയ കാര്യമാണെങ്കിൽ, അല്ലെങ്കിൽ കുട്ടികളെ സംബന്ധിച്ച്, കുട്ടികളുടെ അസുഖങ്ങളെ സംബന്ധിച്ച് ഒരു ടീച്ചർ എന്ന രീതിയിൽ അറിവുണ്ടായിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അറിവുണ്ടായാൽ മാത്രം പോരാ, അത് എത്രയും പെട്ടെന്ന് നോട്ടീസ് ചെയ്യുകയും അത് വേണ്ടപ്പെട്ടവരെ അറിയിക്കുകയും ചെയ്യുക. ഇങ്ങനെ അറിയിക്കുന്നതിലൂടെ എന്താ കിട്ടുക? അതായത് സൊസൈറ്റിയിൽ നിന്ന് ഒരു പരിധി വരെ ഈ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള രോഗങ്ങളെ അല്ലെങ്കിൽ എപ്പിഡമിക്സിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ക്ലാസ്സിലെ ഒരു കുട്ടിക്ക് ഒരു രോഗം റിപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുക. ഓക്കെ, ഇപ്പൊ മംസ് കണ്ടു എന്ന് വിചാരിക്കുക. ടീച്ചർ നോട്ടീസ് ചെയ്തു കുറച്ച് മംസിൻ്റെതായിട്ടുള്ള ചില സിംറ്റംസ് ഉണ്ട്, ആ കുട്ടി പറയുന്നതിനനുസരിച്ച് മംസ് ആണെന്ന് ഡയഗ്നോസ് ചെയ്യാമെന്ന് വിചാരിക്കുക. ആ കുട്ടിയെ പെട്ടെന്ന് തന്നെ അവിടുന്ന് മാറ്റിയില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? ബാക്കിയുള്ള കുട്ടികൾക്ക് ബാക്കിയുള്ള കുട്ടികൾക്ക് അത് വരാനായിട്ട് ഇടയുണ്ട്. അപ്പോ അറിവുണ്ടെങ്കിൽ മാത്രമാണ്, അല്ലെങ്കിൽ ഡിസീസിനെ കുറിച്ച് അവയർനെസ് ഉണ്ടെങ്കിൽ മാത്രമാണ് കുട്ടിയെ എത്രയും പെട്ടെന്ന് അവിടെ നീക്കാൻ സാധിക്കുള്ളൂ. അതുവഴി മറ്റുള്ളവരിലേക്ക് രോഗം പകരാതിരിക്കാനും പറ്റും. ഓക്കെ,
അപ്പൊ എല്ലാ ടീച്ചർമാരും, ഇപ്പൊ നിങ്ങളൊക്കെ ടീച്ചേഴ്സ് ആവേണ്ടതാണ്. നിങ്ങൾക്ക് ഇതിനെ എല്ലാ രോഗങ്ങളെ കുറിച്ചും അറിവുണ്ടായിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, പ്രത്യേകിച്ച് കുട്ടികൾക്ക് വരുന്ന രോഗങ്ങളെ. അടുത്ത് ഹെൽത്ത് ചെക്കപ്പ് ആണ് കേട്ടോ. അതൊന്ന് മൈൻഡിൽ ഒന്ന് റീഡ് ചെയ്യാം നിങ്ങൾ, എന്നിട്ട് റീഡ് ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് തമ്പ് ചെയ്യാം. ശ്രീലക്ഷ്മി വായിച്ചു കഴിഞ്ഞോ? കഴിഞ്ഞു മാം. എന്താണ് വായിച്ചപ്പോ മനസ്സിലായത്? നമ്മൾ കുട്ടികളുടെ കാര്യത്തിൽ റെഗുലർ ആയിട്ടുള്ള ഒരു ഹെൽത്ത് ചെക്കപ്പ് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം. കുട്ടികളെ നമ്മൾ എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. അതിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് നമ്മളൊരു റെക്കോർഡായിട്ട് സൂക്ഷിക്കുകയും വേണം. ഇപ്പോൾ നമ്മൾ അവരുടെ വെയിറ്റ്, ഹൈറ്റ്, ടെമ്പറേച്ചർ, പിന്നെ ഫിസിക്കലി അപ്പിയറൻസ്, കുട്ടിക്ക് എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടോ? ചിലപ്പോൾ ചില കുട്ടികൾക്ക് തല വലിപ്പം കൂടുതൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ കുട്ടികളുടെ അപ്പിയറൻസിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടോ? അതുപോലെ ഓരോ ബോഡി പാർട്സും, അവരുടെ 5 സെൻസ് ഓർഗൻസ് ഉണ്ട്, അത് അപ്പൊ അങ്ങനെയൊക്കെ നേരത്തെ നമ്മൾ ചെയ്യുന്നത് വഴി അവർക്ക് എന്തെങ്കിലും കേൾവിക്കുറവോ അല്ലെങ്കിൽ കാഴ്ചക്ക് എന്തെങ്കിലും വൈകല്യം ഉണ്ടോ, അല്ലെങ്കിൽ മെന്റലി അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും. അതുപോലെ അവരുടെ യൂറിനും സ്റ്റൂളൊക്കെ ഇടയ്ക്ക് ഒന്ന് എക്സാമിൻ ചെയ്യണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വഴി അവർക്ക് എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് നമുക്ക് നേരത്തെ അറിയാൻ വേണ്ടി സാധിക്കും. ഒരുപാട് വൈകി അറിഞ്ഞാൽ ചിലപ്പോൾ അതിന് ട്രീറ്റ്മെന്റ് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നേരത്തെ അറിയുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും പ്രതിവിധികൾ ഉണ്ടാവും. പിന്നെ അതൊരു ടീച്ചറുടെ മാത്രം ഡ്യൂട്ടി അല്ല, അത് പാരന്റ്സിന്റെയും അതുപോലെ തന്നെ സ്കൂളിന്റെയും ടീച്ചേഴ്സിന്റെയും എല്ലാം തന്നെ ഡ്യൂട്ടിയാണ്. ഓക്കെ, എന്തെങ്കിലും ഇതിനകത്ത് ആഡ് ചെയ്യാനുണ്ടോ? വേറെ എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾക്ക്? സാധാരണയായിട്ട് ഹെൽത്ത് ചെക്കപ്പിനെ കുറിച്ച് എന്തൊക്കെ ജനറൽ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ പറയാൻ? PDF-ലുള്ളതാണ് ശ്രീലക്ഷ്മി ഇവിടെ വായിച്ചത് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്തത്. അത് കൂടാതെ എക്സ്ട്രാ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഈ ഡയബറ്റിസ് ഇപ്പോ കുട്ടികളിലെ പ്രമേഹം വളരെ കൂടുതലാണല്ലോ. അപ്പോ പണ്ടത്തെ ആ ഒരു ഇതിന് വ്യത്യാസമായിട്ട് ഇപ്പൊ കുട്ടികൾക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള, എപ്പോഴും ഇങ്ങനെ ഇഞ്ചക്ഷൻ എടുക്കണ്ടാത്ത രീതിയിൽ ഓറലായിട്ടും ഒരു സ്വീറ്റ് പോലെയൊക്കെ കഴിക്കാൻ പറ്റുന്ന പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടെന്നൊക്കെ വായിച്ചു കേട്ടിട്ടുണ്ട്. അപ്പോ ഇന്ന് മുതിർന്നവരെക്കാളും കൂടുതൽ കുട്ടികളിലാണ് ഡയബറ്റിക്സ് വരുന്നത്. അപ്പൊ അതിന് ചെറുപ്പം മുതലേ തന്നെ എപ്പോഴും ഷുഗർ ലെവൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയും പിന്നെ അവർക്ക് തന്നെ ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്ന മറ്റ് എന്താ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലാണെങ്കിൽ നമ്മൾ ഫാസ്റ്റ് ചെയ്തിട്ട് ഭക്ഷണം കഴിക്കുന്നതിന് ഇത്ര മുമ്പ് അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചതിന് ഇത്ര ശേഷം അങ്ങനെയൊക്കെ ചെയ്യണം എന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതിന് കുട്ടികളെ കുറച്ചും കൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊന്നും നോക്കണ്ട എന്നുള്ളത് എവിടെയോ വായിച്ചു കേട്ടിട്ടുണ്ട് മാം. അങ്ങനെ ഭക്ഷണത്തിന് ഇത്ര മണിക്കൂർ മുമ്പ് അങ്ങനെയൊന്നും നോക്കണ്ട, പിന്നെ അവർക്ക് ഈസി ആയിട്ട് അത് സ്കൂളിലേക്ക് കൊണ്ടുപോകാം, എപ്പോൾ വേണമെങ്കിലും അത് എടുക്കാം. അപ്പോ ആ ഡയബറ്റിക്സ് എത്രയും നേരത്തെ കണ്ടുപിടിക്കണമെങ്കിൽ ഇതുപോലുള്ള റെഗുലർ ചെക്കപ്സ് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ ഞാൻ ഇനി പറയാനായിട്ട് പോകുന്നത് ഹെൽത്ത് ചെക്കപ്പിനെ കുറിച്ചിട്ടാണ്. അതായത് നോർമൽ അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള ഹെൽത്ത് ചെക്കപ്പ് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് നോക്കാം, എന്തൊക്കെ കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത് അല്ലേ? നിങ്ങൾ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാറുണ്ടോ? ആരും ചെയ്യാറില്ല. ആരും തന്നെ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാറില്ല. BP ഒക്കെ ചെക്ക് ചെയ്യാറുണ്ട് മാം. BP ചെക്ക് ചെയ്യാറുണ്ട്. ഓവറോൾ ബോഡി ചെക്ക് ചെയ്യാറില്ല ഒരിക്കലും. അങ്ങനെ ചെയ്യാറുണ്ടോ? ഓവറോൾ ബോഡി ചെക്ക് ചെയ്തിട്ടില്ല, പക്ഷെ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആവുമ്പോൾ വൈറ്റമിൻ ഡെഫിഷ്യൻസി അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ, ഫാറ്റ് അങ്ങനെയൊക്കെ നോക്കാറുണ്ട് അല്ലേ? ഓക്കെ, അതായത്
A full body checkup is necessary as it helps you take necessary steps to prevent or detect any illness early. ഏതെങ്കിലും അസുഖം തടയുന്നതിനോ മുൻകൂട്ടി കണ്ടുപിടിക്കുന്നതിനോ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും. എന്താ സഹായിക്കുന്നേ? ഹെൽത്ത് ചെക്കപ്പ് കേട്ടോ. എന്തിനാണ് ഹെൽത്ത് ചെക്കപ്പ് നടത്തുന്നത് സാധാരണയായിട്ട്? ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു രോഗം തടയുന്നതിനോ ഒരു അസുഖം തടയുന്നതിനോ മുൻകൂട്ടി കണ്ടുപിടിക്കുന്നതിനോ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ഹെൽത്ത് ചെക്കപ്പ് നിങ്ങളെ സഹായിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്? കുറെ കാര്യങ്ങൾ വരുന്നുണ്ട് അല്ലെ. അതായത് ഓവറോൾ ഹെൽത്ത് ചെക്കപ്പ് എന്ന് പറഞ്ഞാല് നമ്മുടെ പല ബോഡി പാർട്സും വരും. എന്തൊക്കെയാണ് അത് വരിക? അതായത് നമ്മുടെ ഹൃദയം, നമ്മുടെ ഹാർട്ട്, അതുപോലെ തന്നെ നമ്മുടെ കിഡ്നി, അതുപോലെ തന്നെ നമ്മുടെ ലിവർ, ലങ്സ് എന്നിവയുൾപ്പെടെ ശരീരത്തിന്റെ പൂർണ്ണമായ പരിശോധനയോ അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക്കോ ആണ് പരിപൂർണ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഹെൽത്ത് ചെക്കപ്പ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ബോഡിയിലെ ഓരോ പാർട്ടും എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഹെൽത്ത് ചെക്കപ്പിലൂടെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, then everyone should go for a full body checkup at least once in a year. ഒരു വർഷത്തില് ഒരു തവണയെങ്കിലും ഒരു വ്യക്തി കംപ്ലീറ്റ് ആയിട്ടുള്ള ഹെൽത്ത് ചെക്കപ്പ് നടത്തിയിരിക്കണം എന്ന് പറയുന്നുണ്ട്. എന്നാണ് ഞാൻ ചോദിച്ചത്, നിങ്ങള് വർഷത്തിൽ ഒരു തവണയെങ്കിലും നടത്താറുണ്ടോ? ഇക്കൂട്ടത്തിൽ ആരും നടത്താറില്ല. അങ്ങനെ ക്യാൻസറിന്റെ ഒക്കെ കുറെ അവയർനെസ് ക്യാമ്പുകളൊക്കെ ഇപ്പൊ നമ്മുടെ തൊട്ടടുത്ത ഹെൽത്ത് സെന്ററിൽ സത്യം പറഞ്ഞാൽ ഉണ്ട്. അപ്പൊ അംഗനവാടിയിൽ മോന്റെ ഒരു മീറ്റിങ്ങിന് വേണ്ടി പോയപ്പോ അവിടുത്തെ ടീച്ചർ പറഞ്ഞു ക്യാൻസർ ഇപ്പൊ ഭയങ്കരമായിട്ട് കൂടി വരണോണ്ട് മാമോഗ്രാം അങ്ങനത്തെ ഒക്കെ ഫ്രീ ആണ്, എല്ലാവരും ചെയ്യണം എന്ന്. പക്ഷെ സത്യം പറഞ്ഞാൽ മാം പേടിയാണ്, അത് കാരണം ചെയ്യാറില്ല. ശരിയാണ്, പേടി ഒരു ഫാക്ടറാണ്. നമ്മുടെ പഞ്ചായത്തും അതുപോലെ തന്നെ നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെന്റർ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ഇവരൊക്കെ ചേർന്നിട്ട് ഇങ്ങനെയുള്ള ക്യാമ്പുകൾ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് മാമോഗ്രാം പോലുള്ള ടെസ്റ്റുകൾ, ക്യാൻസർ ടെസ്റ്റുകൾ ധാരാളമായിട്ട് ഇപ്പൊ നടത്തി വരുന്നുണ്ട്. ക്യാമ്പായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ ആണ്. അപ്പൊ പരമാവധി നമുക്ക് എന്താ പറയാ, അതിനോടനുബന്ധിച്ചിട്ടുള്ള ഡേറ്റ്സുകളിൽ നമുക്ക് വാട്സപ്പിലും മറ്റൊക്കെ മെസ്സേജ് വരും. പരമാവധി ഈ ഒരു അവസരം എന്താ പറയാ അല്ലെങ്കിൽ ആ അവസരം ഉപയോഗിക്കാന്നും പറഞ്ഞൊരു മെസ്സേജ് വരുന്നതായിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ അവസരം നമ്മൾ ഉപയോഗിക്കണം. കാരണം നമുക്ക് നേരത്തെ തന്നെ, അതായത് എന്തെങ്കിലും ഒരു ചെറിയ, ഇപ്പൊ നമുക്ക് ഒരു പ്രശ്നമില്ല, പരിപൂർണ്ണ ആരോഗ്യവാനായിട്ടിരിക്കുന്ന ഒരു വ്യക്തി ഒരു ദിവസം ഇങ്ങനെ ഒരു ക്യാമ്പിൽ ചെന്നിട്ട് മാമോഗ്രാം ചെയ്യുവാണ്. മാമോഗ്രാമിലൂടെ അയാൾക്ക് ക്യാൻസർ ഡയഗ്നോസ് ചെയ്യാണെന്ന് വിചാരിക്കുക. ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ഏർലി സ്റ്റേജ് ആയിരിക്കും അത് അല്ലെ, ഏർലി സ്റ്റേജ് ആയിരിക്കും. അപ്പോൾ ആ വ്യക്തിക്ക് ഉടനെ തന്നെ ട്രീറ്റ്മെന്റ് ആരംഭിക്കാനും ആ രോഗത്തെ മറികടക്കാനും സാധിക്കും. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് നേരത്തെ തന്നെ കണ്ടെത്തിയാല്. കാരണം ഈ രോഗം നമ്മൾ ഉണ്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞാലും നമ്മൾക്ക് എന്തായാലും ഇപ്പൊ നമ്മളത് ചെന്ന് പരിശോധിച്ചില്ല എങ്കിൽ നമുക്ക് രോഗം ഉണ്ടെങ്കിൽ എപ്പോഴായാലും ഏത് സ്റ്റേജിലായാലും നമുക്ക് ആ രോഗം കാണിക്കുമല്ലേ, ലക്ഷണങ്ങൾ ഉണ്ടാവും. ഇപ്പൊ ഇല്ലെങ്കിലും കുറച്ച് കഴിയുമ്പോഴായിരിക്കും അതിന്റെ ലക്ഷണങ്ങൾ വരാനായിട്ട് പോകുന്നത്. അപ്പൊ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആവും. ചിലപ്പോൾ സെക്കൻഡ് സ്റ്റേജോ തേർഡ് സ്റ്റേജ് ഒക്കെ ആയിട്ടുണ്ടാകാം. അപ്പോ എന്താ പറയാ, അങ്ങനെയുള്ള അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഏർലി ഡയഗ്നോസിസിലൂടെ നമുക്ക് ഒരുവിധം രോഗങ്ങളെ പ്രിവെന്റ് ചെയ്യാനും സാധിക്കും. ഇപ്പൊ ഹെൽത്ത് ചെക്കപ്പ് എന്ന് പറയുന്നത് അതിന് ഉദാഹരണമാണ്. കാരണം നമുക്കൊരു വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഫുൾ ബോഡി ചെക്ക് ചെയ്യുക അല്ലെ. അതിനകത്ത് ഏതെങ്കിലും ഒരു പാർട്ടിന് രോഗം ഉണ്ടെങ്കിൽ അത് എളുപ്പത്തിൽ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാനായിട്ട് സാധിക്കും. അപ്പോ വർഷത്തില് ഒരു തവണയെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് ബോഡി ചെക്കപ്പ് ചെയ്യണം. ഇത് ഞാൻ നോർമൽ ആയിട്ട് ജനറൽ ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്, കുട്ടികളുടെ കേസിലോട്ട് വന്നിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ റെഗുലർ ഹെൽത്ത് ചെക്കപ്സ് ആർ റെക്കമെൻഡഡ് ഫോർ എവ്രിവൺ എബോവ് 35 years of age. 35 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവരും ബോഡി ചെക്കപ്പ് ചെയ്യണമെന്ന് ഡോക്ടർമാര് നിർദ്ദേശിക്കാറുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങനെ? കേട്ടിട്ടുണ്ടല്ലേ. 30 വയസ്സ് കഴിഞ്ഞ എല്ലാ സ്ത്രീകളും എക്സസൈസ് ചെയ്യണമെന്ന് ഡോക്ടർമാര് പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് 35 വയസ്സ് കഴിഞ്ഞ എല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് വർഷത്തിൽ ഒരു തവണയെങ്കിലും എന്താണ് ബോഡി ചെക്കപ്പ് ചെയ്യണം അല്ലെങ്കിൽ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യണമെന്ന് ഡോക്ടർമാര് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയാ, നമുക്ക് പല വിധത്തിലുള്ള, അതായത് പല
പല രോഗങ്ങളാണ് ഇപ്പൊ നമ്മുടെ സൊസൈറ്റിയിലുള്ളത് അല്ലെ. ജീവിതശൈലി രോഗങ്ങളുണ്ട്, ഡയബറ്റിസ് ഉണ്ട്, ഹൃദ്രോഗം, ആസ്മ, അതുപോലെ തന്നെ മൈഗ്രെയിൻ, ഡിപ്രഷൻ. ഇവയൊക്കെ എന്താണ് നമ്മുടെ ജീവിതശൈലി അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലുമായിട്ട് ഉണ്ടാകുന്ന ധാരാളം രോഗങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ ഉയർന്ന തോതിലുള്ള പൊല്യൂഷൻ, മലിനീകരണമുണ്ട് നമ്മുടെ നാട്ടില്. അതുപോലെ തന്നെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ, ഫുഡ് ഐറ്റംസിലൊക്കെ മായം ചേർത്തിട്ടാണ് എന്താ പറയാ ഫുഡ് ഐറ്റംസ് ഒക്കെ തരുന്നത് അല്ലെ. അപ്പൊ ഇതുമൂലം ഒക്കെ എന്തുണ്ടാകാം, രോഗങ്ങൾ നമുക്ക് വരാം. പല പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് എന്ത് വരാം, രോഗങ്ങൾ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോ അത് മുൻകൂട്ടി കണ്ടുപിടിക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു റെസ്പോൺസിബിലിറ്റിയാണ്, അല്ലെങ്കിൽ അത് നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. എർലി ഡയഗ്നോസിസിലൂടെ നമുക്ക് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റിലൂടെ ആ രോഗത്തെ സിംപ്ലിഫൈ ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ ഒന്ന് കുറയ്ക്കാൻ, അല്ലെങ്കിൽ ആ രോഗത്തെ പൂർണ്ണമായും മാറ്റാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു ഹെൽത്ത് ചെക്കപ്പ് ഉണ്ട്. അപ്പൊ ഈ ഹെൽത്ത് ചെക്കപ്പിൽ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഹെൽത്ത് ചെക്കപ്പിലൂടെ നമ്മൾ ടെസ്റ്റ് ചെയ്യുക? എന്തൊക്കെ ചെക്കപ്പുകളാണ് നടത്തുക? ചെക്കപ്പ് എന്തൊക്കെയായിരിക്കും? കംപ്ലീറ്റ് ബ്ലഡ് ഉണ്ടാവില്ലേ? കംപ്ലീറ്റ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യില്ലേ നമ്മുടെ? ഉൾപ്പെടോ? ബ്ലഡ് ആൻഡ് യൂറിൻ. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ആണ് ഞാൻ പറഞ്ഞത്. ഹെൽത്ത് ചെക്കപ്പിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെക്ക് ചെയ്യുന്നത്? ഫസ്റ്റ് വൺ ഈസ് ബ്ലഡ് ആൻഡ് യൂറിൻ. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ലിപ്പിഡ് പ്രൊഫൈൽ. ലിപ്പിഡ് പ്രൊഫൈൽ എന്താ? ലിപ്പിഡ് പ്രൊഫൈൽ കൊളസ്ട്രോൾ അല്ലേ? ഓക്കെ, കൊളസ്ട്രോൾ അതായത് LDL HDL പോലുള്ള കാര്യങ്ങൾ. ചീത്ത കൊളസ്ട്രോൾ ഉണ്ട്, നല്ല കൊളസ്ട്രോളിന് ട്രൈഗ്ലിസറിൻ ഉണ്ട്. ഇതൊക്കെ എന്താണ് നമ്മള് ടെസ്റ്റ് ചെയ്യാറുണ്ട്. ലിപ്പിഡ് പ്രൊഫൈൽ ഇതൊക്കെ നമ്മൾ നോക്കാറുണ്ട്. അതുപോലെ തന്നെ എക്സ്റേ, ECG, എക്കോ ഇങ്ങനെയുള്ള കാര്യങ്ങളും ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വിറ്റാമിൻ ടെസ്റ്റിംഗ്, അതായത് വൈറ്റമിൻ D3 ഡെഫിഷ്യൻസി ഉണ്ടാന്ന് നോക്കാനായിട്ട് വിറ്റാമിൻ ടെസ്റ്റ് ആണ് നമ്മൾ നടത്തുന്നത് അല്ലെ. അതിന് കുറച്ച് എമൗണ്ട് കൂടുതലാണ് അല്ലെ. വൈറ്റമിൻ ഡെഫിഷ്യൻസിയുടെ ടെസ്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ട് ഈ അടുത്ത് ചെയ്തിട്ടുണ്ട് അല്ലെ. എന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു ടെസ്റ്റ് റിസൾട്ട്? വൈറ്റമിൻ അതിന് 2000 സംതിങ് റേറ്റ് ഒക്കെ വന്നിരുന്നു ടെസ്റ്റിന്. അതില് വൈറ്റമിൻ ഡിയും പിന്നെ വേറെ 2-3 വളരെ ലോ ആണ്. എനിക്ക് ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ആ ടെസ്റ്റുകളൊക്കെ ചെയ്തത്. എക്കോയൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം ചെയ്തത്. ഹാർട്ടിന് എന്തായിരുന്നു പ്രോബ്ലം? അതിന് ഒരു വാൾവില് വീക്ക് ആണെന്നാ പറഞ്ഞത്. അപ്പൊ അത് ഈ വൈറ്റമിൻ ഡെഫിഷ്യൻസി കാരണവും ഹൈപ്പർ ടെൻഷനും ഒക്കെ അങ്ങനെ ആയിട്ടാണ് അത് അങ്ങനെ വന്നത്. അപ്പൊ ചെയ്തു നോക്കിയിരുന്നു. അപ്പൊ HB ലെവൽ എപ്പോഴും ഒരു 12 ഒക്കെ കീപ്പ് ചെയ്യാൻ പറഞ്ഞു. എപ്പോഴും എനിക്ക് 7 or 8 ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോഴാണ് ഞാൻ ഈ വൈറ്റമിൻ ടെസ്റ്റുകൾ ഫുള്ളും എടുത്തിരുന്നു. ബ്ലഡ് വഴി ഈ ടെസ്റ്റ് ഒക്കെ ചെയ്യാം. അപ്പൊ വൈറ്റമിൻ D3 ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ അതിനകത്ത് നോക്കാറുണ്ട്. അതുപോലെ തന്നെ അബ്ഡോമിനൽ എക്സാമിനേഷൻ, അൾട്രാസോണോഗ്രഫി അല്ലെ, നമ്മൾ സ്കാൻ ചെയ്യാറുണ്ട് അല്ലെ. അത് അബ്ഡോമിന് ചെയ്യാറുണ്ട്, പിന്നെ പെൽവിസ് പാർട്ട് അതിലും നമ്മൾ ചെയ്യാറുണ്ട്. അബ്ഡോമിനൽ എക്സാമിനേഷനും ഉണ്ട്, അതുപോലെ തന്നെ പെൽവിസ് എക്സാമിനേഷനും നമ്മൾ അൾട്രാസോണോഗ്രഫിയിൽ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റ്, അതായത് TSH, T3, T4 ഇത് 3 നമ്മൾ നോക്കാറുണ്ട് അല്ലെ. TSH മാത്രമായിരിക്കില്ല നമ്മൾ നോക്കുന്നത്. തൈറോയിഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ TSH നോക്കും, T3 നോക്കും, T4 നോക്കും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ കിഡ്നി ഫങ്ഷൻ പ്രോപ്പർ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മള് എന്താ പറയാ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് എന്താണ് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യാറില്ലേ നമ്മൾ കിഡ്നിയുടെ? ചെയ്യാറുണ്ട്. അത് ഞാൻ പറയാൻ പോകുന്നുള്ളൂ കേട്ടോ. കിഡ്നി ഫങ്ഷൻ ടെസ്റ്റിൽ വരുന്നത് യൂറിക് ആസിഡ് നോക്കാറുണ്ട്, പിന്നെ ക്രിയാറ്റിന്റെ അളവ് നോക്കാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിഡ്നി ഫങ്ഷൻ ടെസ്റ്റിലാണ് വരുന്നത്. പിന്നെ ലിവർ ഫങ്ഷൻ ടെസ്റ്റില് SGPT, SGOT, ബിലിറൂബിൻ. അതായത് നമ്മൾക്കിപ്പോ ഫാറ്റി ലിവർ ആയിട്ട് ഡയഗ്നോസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, ഒരാളെ സ്കാൻ ചെയ്തപ്പോൾ അയാൾക്ക് ഫാറ്റി ലിവർ ഉണ്ടെന്ന് ഡയഗ്നോസ് ചെയ്തു.
ഗ്രേഡ് 2-ലാണ് നിൽക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ കരളിന്റെ പ്രവർത്തനങ്ങൾ എത്രമാത്രമാണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് അത് ബ്ലഡിൽ ചെയ്യുന്നത്. അതിനെയാണ് SGPT, SGOT, ബിലിറൂബിൻ. ഓക്കെ, ഫാറ്റി ലിവർ ഉണ്ടെന്ന് ഒരാൾക്ക് ഡയഗ്നോസ് ചെയ്താലാണ് ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ നടത്തുന്നത്. അല്ലാതെ നടത്താട്ടോ, ഞാൻ പറഞ്ഞെന്നുള്ളൂ. കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത് ഫാറ്റി ലിവർ ഡയഗ്നോസ് ചെയ്ത വ്യക്തികൾക്കാണ് ഇത് കോമൺ ആയിട്ട് നടത്തി വരുന്നത്. അതിലൂടെ എത്രമാത്രമാണ് കരളിനെ അത് ബാധിച്ചിരിക്കുന്നതെന്ന് നമുക്കറിയാനായിട്ട് സാധിക്കും. ഓക്കെ, എന്താ മാഡം പറഞ്ഞത്? ബിലിറൂബിൻ ലിവർ ഫംഗ്ഷന്റെ ടെസ്റ്റുകൾ ഒന്നും കൂടി പറയോ? SGPT, 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 SGOT, SGPT, SGOT, ബിലിറൂബിൻ. ഓക്കെ മാം. ഓക്കെ, then അടുത്തതാണ് പൾമണറി ലങ് ഫങ്ഷൻ ടെസ്റ്റ്. പൾമണറി ലങ്സ് കേട്ടോ, അതായത് നമ്മുടെ ശ്വാസകോശം ഫങ്ഷൻ ടെസ്റ്റ്. അതായത് നമുക്ക് അറിയാം, അതായത് ആസ്മ പേഷ്യൻസ് ഒക്കെ ധാരാളം ഉണ്ട് നമ്മുടെ നാട്ടിൽ, അല്ലെ? അപ്പൊ ഈ ആസ്മയുടെ പ്രശ്നമുള്ളവർക്ക് ഇത് ഭയങ്കരമായിട്ട് കൂടുമ്പോൾ എത്രത്തോളമാണ്, അതായത് ചിലപ്പോ ഡോക്ടർ സ്റ്റെതസ്കോപ്പില് അതായത് പരിശോധിച്ച് നോക്കുമ്പോൾ ചിലപ്പോ അതിന്റെ ഇന്റൻസിറ്റി അറിയാനായിട്ട് സാധിക്കില്ല. ചില സമയത്ത് രോഗികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ശ്വാസം കിട്ടാനുള്ള ബുദ്ധിമുട്ട് കൂടുതലായിരിക്കും. അങ്ങനെയുള്ള സമയത്തൊക്കെ ഈ പൾമണറി ലങ് ഫങ്ഷൻ ടെസ്റ്റ് ആണ് ചെയ്യാറുള്ളത്. നമ്മുടെ അതായത് ഒരു മെഷീൻ വെച്ചിട്ട് നമ്മുടെ വായ്ക്കുള്ളിൽ അത് വെച്ചിട്ട് ശ്വാസം എടുപ്പിക്കുകയും പിന്നെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ചെയ്യുന്നതാണ്. അതിനനുസരിച്ച് നമ്മുടെ ലങ്സ് എങ്ങനെയാണ് നമ്മുടെ ശ്വാസകോശം പ്രവർത്തിക്കുന്നതെന്ന് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാറുണ്ട്. ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് ഫസ്റ്റ് വരുന്ന ഒരു ടെസ്റ്റ് ആണ് ഷുഗർ നോക്കുന്നത്, അല്ലെ? അത് ഫാസ്റ്റിംഗിൽ നോക്കാറുണ്ട്. അതുപോലെ തന്നെ ആഫ്റ്റർ ഫുഡും എന്ത് ചെയ്യാറുണ്ട്, ബ്ലഡ് ഷുഗർ നമ്മൾ എക്സാമിൻ ചെയ്യാറുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ കാൽസ്യം സ്കോറിങ്, CT കാൽസ്യം സ്കോറിങ്, അതായത് കാൽസ്യത്തിന്റെ അളവ് എത്രമാത്രം എന്നറിയാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് നടത്താറുണ്ട്. ഓക്കെ, ഇത്തരത്തിലുള്ള ടെസ്റ്റുകളാണ് കോമൺ ആയിട്ട് നമ്മൾ ഹെൽത്ത് ചെക്കപ്പില് ഉൾപ്പെടുത്താറുള്ളത് കേട്ടോ. ഞാൻ ചിലപ്പോൾ കുറച്ചായിരിക്കും പറഞ്ഞിരിക്കുന്നത്, ഇതിലും കൂടുതൽ ധാരാളം ഉണ്ട്. കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റ് നടത്തുമ്പോൾ നമ്മൾ HB, അതായത് ഹീമോഗ്ലോബിന്റെ അളവ് നോക്കാറുണ്ട്. അതുപോലെ തന്നെ ധാരാളം കൗണ്ട് എത്രയാണെന്ന് നോക്കാറുണ്ട്, പ്ലേറ്റ്ലെറ്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി പോകാറുണ്ട്. അപ്പൊ അതൊന്നും ഞാനിവിടെ പ്രത്യേകം മെൻഷൻ ചെയ്യുന്നില്ല. കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് CBC നമ്മൾ എടുക്കാറുണ്ട്, അല്ലെ? കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് നമ്മൾ നോക്കാറുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്? നമ്മൾ ജനറൽ ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. ഇത് കൂടാതെ നമ്മൾ കുട്ടികളുടെ ഹെൽത്ത് ചെക്കപ്പുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. കുട്ടികളുടെ ആരോഗ്യ പരിശോധന പതിവായി നടത്തുകയും ആരോഗ്യരേഖ സൂക്ഷിക്കുകയും വേണം എന്ന് പറയുന്നുണ്ട്. അതായത് നമുക്കറിയാം, അല്ലെ? അതായത് നമുക്കൊരു കാർഡ് ഉണ്ടാവും, നിങ്ങളുടെയൊക്കെ കുട്ടികൾക്ക് ഒരു കാർഡ് തന്നിട്ടുണ്ടാവും. നമ്മൾ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഹെൽത്തിൽ നിന്നൊരു കാർഡ് തരില്ലേ, കയ്യിലുണ്ടോ? ഉണ്ടല്ലേ? എന്താണ് കളർ അതിന്റെ? ബ്ലൂ. ബ്ലൂ ആണോ? വൈറ്റും റെഡും. റോസ്. റോസ്. ഇപ്പൊ ഒരു ബുക്കാണ് മാം തരുന്നത്. ഇപ്പൊ ഒരു പിങ്ക് കളർ. ഇപ്പൊ ബുക്കാണ് തോന്നുന്നില്ല, ബുക്ക് തരുന്നുണ്ടോ ഇപ്പൊ? ബുക്കാണോ? എന്തൊക്കെ ചെയ്യണം എന്നുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ. ഓരോ മാസം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ അകത്ത്. ഓ, ഇതാണ് തരുന്നത്. ഒന്ന് നിവർത്താമോ രേഷ്മ? അത് ഓരോ പേജ് ഒന്ന് കാണിക്കാമോ? എത്ര പേജ് ഉണ്ട് അത്? എത്ര പേജ് ഉണ്ട്? ഒരു 10 പേജുള്ള ഒരു ബുക്കാ. 10 പേജ് അതിലുണ്ട്. 10-15 പേജുള്ള ഒരു ബുക്കാണത്. കുഞ്ഞുങ്ങൾ ഓരോ മാസത്തിൽ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണ്ട, ഓരോ കുത്തിവെപ്പ് എല്ലാ കാര്യങ്ങളും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ
അപകട സൂചകങ്ങൾ എന്തൊക്കെയാ കുഞ്ഞുങ്ങൾ കാണിക്കുന്ന ലക്ഷണങ്ങൾ? കുത്തിവെപ്പിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ജനിച്ച അന്ന് മുതലുള്ള കുത്തിവെപ്പിന്റെ ഡീറ്റെയിൽസ്, പിന്നെ ഇവിടെ കുട്ടികളുടെ വളർച്ചയെ കുറിച്ചൊക്കെ കൊടുത്തേക്കാണ് മൊത്തം. ഓരോ കാലഘട്ടത്തിലും കുട്ടികൾ എത്രത്തോളം വളർത്തണം, അവരെന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഉള്ളിൽ കൊടുത്തിരിക്കുന്നത്. പിക്ചർ അടക്കം ഓരോ വളർച്ചയിലും കുട്ടികളിൽ കാണേണ്ട ലക്ഷണങ്ങൾ ഓരോ മാസത്തില് തൊട്ടുണ്ട്. പ്രഗ്നന്റ് ആയപ്പോ രണ്ടാമത്തെ മോളുടെയാണ് ഈ ബുക്ക്. രണ്ടാമത്തെ മോള് പ്രഗ്നന്റ് ആയപ്പോ അംഗനവാടിയിൽ നിന്ന് വന്നതാണ്. ഇതാണ് കിട്ടുന്നത് അല്ലേ? പോലെ കാർഡല്ല. അതല്ല, മൂത്ത മോൾക്ക് കാർഡാ കിട്ടിയിരുന്നത്. കുത്തിവെപ്പ് മാത്രമേ ഉള്ളൂ, ഡീറ്റെയിൽസ് മാത്രമേ ഉള്ളൂ. ഇത് രണ്ടാമത്തെ മോളുടെ കാർഡ്. താങ്ക് യു രേഷ്മ. ഓക്കെ മിസ്. ഓക്കെ, എന്റെ കയ്യിലുള്ളത് ഒരു പച്ച കളറിലെ കാർഡാണ് എന്റെ കയ്യിലുള്ളത് കേട്ടോ. അതാണ് ഞാനിപ്പോ ചോദിച്ചത്. ഇപ്പൊ എനിക്ക് പറഞ്ഞ കുറച്ചു പേര് അത് ബുക്കാണ് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളതെന്നാണ് പറഞ്ഞത്. അപ്പൊ അതിനകത്ത് കുറച്ചും കൂടി കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആണെന്നും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. രേഷ്മ, എല്ലാവരും കണ്ടോ? നിങ്ങളുടെ കയ്യിലുണ്ടോ ഈ ബുക്ക്? ഉണ്ടോ? ഉണ്ട്. ഓക്കെ. അപ്പോ എന്താ പറയാ, നമ്മുടെ കുട്ടികളുടെ ആരോഗ്യ പരിശോധനയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കുട്ടികളുടെ ഹെൽത്ത് ചെക്കപ്പുമായി ബന്ധപ്പെട്ടിട്ട് കുട്ടിയുടെ ആരോഗ്യ പരിശോധന പതിവായി നടത്തുകയും ആരോഗ്യരേഖ സൂക്ഷിക്കുകയും വേണം. ഓക്കെ, അതായത് കുട്ടി ജനിച്ച അന്ന് മുതൽ കുട്ടിക്ക് ഒരു 15 വയസ്സാകുന്നത് വരെയെങ്കിലും എന്ത് ചെയ്യണം? നമ്മൾ ആ ഹെൽത്ത് റെക്കോർഡ് സൂക്ഷിച്ചു വെക്കണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഹെൽത്ത് കാർഡിൽ നമ്മൾ പല കാര്യങ്ങളും എന്താണ് ചിലപ്പോൾ റിപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കുട്ടിയുടെ ജനറൽ അപ്പിയറൻസ് എങ്ങനെയാണെന്ന് നോക്കാറുണ്ട്. ദെൻ ബോഡി സ്ട്രക്ചർ നോക്കാറുണ്ട്, പൾസ് റെക്കോർഡിംഗ്, ടെമ്പറേച്ചർ മെഷർമെന്റ്, ഹൈറ്റ് ആൻഡ് വെയിറ്റ്, റെസ്പിറേറ്ററി റേറ്റ്, ചെസ്റ്റ് ആൻഡ് അബ്ഡോമിനൽ എക്സാമിനേഷൻ. ഓക്കെ, ഒന്നും കൂടി പറയാൻ ഞാൻ. ജനറൽ അപ്പിയറൻസ്, കുട്ടികളുടെ ആരോഗ്യ പരിശോധനയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നു എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. ജനറൽ അപ്പിയറൻസ്, ദെൻ ബോഡി സ്ട്രക്ചർ, പൾസ് റെക്കോർഡിംഗ്, ടെമ്പറേച്ചർ മെഷർമെന്റ്, ഹൈറ്റ് ആൻഡ് വെയിറ്റ്, റെസ്പിറേറ്ററി റേറ്റ്, ചെസ്റ്റ് ആൻഡ് അബ്ഡോമിനൽ എക്സാമിനേഷൻ, ദെൻ നെക്ക്, ഐസ്, ഇയർ, നോസ്, ത്രോട്ട്, അതായത് കുട്ടിയുടെ കഴുത്ത്, കണ്ണ്, ചെവി, മൂക്ക്, തൊണ്ട എന്നിവിടങ്ങളിലുള്ള ഭാഗങ്ങളൊക്കെ പരിശോധിക്കാറുണ്ട്. ഓക്കെ, ഒബ്സർവ് ചെയ്യാറുണ്ട്. ടീത്ത്, പല്ല് നോക്കാറുണ്ട്. ഹെയർ, മുടി എങ്ങനെയാണ് നോക്കാറുണ്ട്. സ്കിന്ന്, അവരുടെ ചർമ്മം എങ്ങനെയുള്ളതാണ് നോക്കാറുണ്ട്. നെയിൽ, ഓക്കെ, അവരുടെ നഖം എങ്ങനെയാണ്. പിന്നെ അവരുടെ വിഷൻ എങ്ങനെയാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ധാരാളം എന്ത് ചെയ്യാറുണ്ട്, ഇതിനകത്ത് നമ്മൾ ഒബ്സർവ് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ മെന്റൽ ഇംപാർഷ്യാലിറ്റി, മൂവ്മെന്റ്സ്, യൂറിൻ ആൻഡ് സ്റ്റൂൾ എക്സാമിനേഷൻ, അതായത് കുട്ടിയുടെ മാനസിക നില ഓക്കെ ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഉള്ള ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നടത്താറുണ്ട്. പിന്നെ അവരുടെ മൂവ്മെന്റ് കറക്റ്റ് ആണോ, അവരുടെ കൈയും കാലും ഒക്കെ നന്നായിട്ട് ചലിക്കുന്നുണ്ടോ, സാധാ ഒരു കുട്ടി നടക്കുന്ന പോലെയാണ് നടക്കുന്നത്, അല്ലെങ്കിൽ കൈകൾക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ, അവരുടെ ബോഡി പാർട്ടിന് എന്തെങ്കിലും ഒരു എബിലിറ്റി കുറവുണ്ടോ എന്ന് എന്ത് ചെയ്യാറുണ്ട്, ഇതിൽ ചെക്ക് ചെയ്യാറുണ്ട്. പിന്നെ യൂറിൻ സ്റ്റൂൾ എക്സാമിനേഷൻ, അതായത് കുട്ടികൾ ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ മലമൂത്ര വിസർജനം നടത്താറുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളും ഇതിനകത്ത് ചെക്ക് ചെയ്ത് പോകാറുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ കാഴ്ചക്കുറവ്, അതുപോലെ തന്നെ ദന്തക്ഷയം, അതായത് പല്ലിന് എന്തെങ്കിലും കേടുപാടുകള്, ഇങ്ങനെയുള്ള വൈകല്യങ്ങൾ നേരത്തെ കണ്ടുപിടിക്കാനായിട്ട് ഹെൽത്ത് ചെക്കപ്പിലൂടെ സഹായിക്കുന്നു. ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് പ്രോബ്ലം ഉണ്ടാവുന്നത് വിഷനുള്ള പ്രോബ്ലം ആണ്, അല്ലെങ്കിൽ കണ്ണിനുള്ള പ്രോബ്ലം, അതുപോലെ ചെവി, കേൾവിക്ക്, കാഴ്ചയ്ക്ക്, അതുപോലെ തന്നെ പല്ലിന് എന്തെങ്കിലും കംപ്ലൈന്റ്, ഇങ്ങനെയുള്ള എന്താ പറയാ സാധാരണയുള്ള ജനറൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഇവയൊക്കെ. അപ്പൊ ഇതൊക്കെ നേരത്തെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഹെൽത്ത് ചെക്കപ്പുകൾ സഹായിക്കുന്നു നമുക്ക് പറയാനായിട്ട് സാധിക്കും.
ഓക്കെ, അപ്പോ ആരോഗ്യ പരിശോധന അല്ലെങ്കിൽ ഹെൽത്ത് ചെക്കപ്പ് എന്ന് പറയുന്നത് മാതാപിതാക്കളുടെയും സ്കൂളിന്റെയും കടമയായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇറ്റ്സ് എ ഡ്യൂട്ടി ഓഫ് പാരന്റ്സ് ആൻഡ് സ്കൂൾ. ഓക്കെ, എന്താണ്, അതായത് കുട്ടികൾക്ക് പതിവായിട്ട് ഹെൽത്ത് ചെക്കപ്പ് നടത്തേണ്ടത് പാരന്റ്സ് ആണ്. പാരന്റ്സ് മാത്രമല്ല, അതിനകത്ത് സ്കൂളും ഇൻക്ലൂഡഡ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ രോഗനിർണയം അല്ലെങ്കിൽ ഡയഗ്നോസിസ് നടത്തിയിട്ടുള്ളതോ അല്ലെങ്കിൽ വെളിപ്പെടുത്തിയിട്ടുള്ളതോ ആയിട്ടുള്ള ഏതെങ്കിലും പ്രശ്നം ഉടനടി പരിഹരിക്കുന്നതിനും ഈ ഒരു ഹെൽത്ത് ചെക്കപ്പിലൂടെ സാധിക്കുന്നതാണ്. അതായത് ഏതെങ്കിലും ഒരു രോഗം പെട്ടെന്ന് തന്നെ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ രോഗത്തിന് എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഹെൽത്ത് ചെക്കപ്പിലൂടെ സാധിക്കും. അതും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ഓക്കെ ആണോ? എന്തെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ പറയാം കേട്ടോ. ഹെൽത്ത് ചെക്കപ്പ് ഞാൻ പറയാത്ത എന്തെങ്കിലും ഒരു പോയിന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാം. ഒന്നുമില്ല പറയാനായിട്ട്? ഇത്രയും മതിയോ കുട്ടികളുടെ ഹെൽത്ത് ചെക്കപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങള്? രേഷ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? രേഷ്മ, മനു? ഇല്ല മിസ്, ഒന്നും പറയാനില്ല. ഒന്നും പറയാനില്ല. ഓക്കെ, നമുക്ക് അടുത്തത് സേഫ്റ്റി എന്താണെന്ന് നോക്കാം കേട്ടോ. സേഫ്റ്റി ഒന്ന് നിങ്ങൾ റീഡ് ചെയ്യാം. സ്റ്റുഡൻസ് കുറവാണ് ഇപ്പൊ കേറുന്നത്. ഇത്രയും പേരുള്ളോ? അതെ മാഡം, വളരെ കുറവാണ് കയറാറ്. ആണല്ലേ? മാഡം ഞാൻ ഓഫീസിൽ വർക്ക് ചെയ്യണേണ്, അതുകൊണ്ട് എനിക്ക് എല്ലാ ദിവസവും റെഗുലർ ആയിട്ട് കയറാൻ പറ്റാറില്ല. ഇന്നിപ്പോ അവധി എടുത്തുകൊണ്ട് കയറിയതാണ്. 1-2 ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ റെക്കോർഡ് ക്ലാസ് കാണുന്നുണ്ട്. അത്ര മാത്രമേ ഇപ്പൊ ചെയ്യാൻ പറ്റും. അത് എണ്ണം ഭയങ്കര കുറവാണ്. ഞാനിവിടെ നോക്കിയിട്ട് അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. വളരെ കുറവാണ്. കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളൊക്കെ ഭയങ്കര കുറവാണ്. എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണോ സബിറ? അല്ല, ഒരു 23, ചിലപ്പോഴൊക്കെ 30 ഒക്കെ വരാറുണ്ട്. കൂടുതലും 23, 25 അങ്ങനെ ഒരു ആ റേഞ്ചില്, 30ന്റെ ഇടയില്. കുട്ടികളുടെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? എന്തൊക്കെയാണ്? നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ സേഫ്റ്റി കൊടുക്കാറുണ്ടോ? അവര് സുരക്ഷിതരാണോ വീട്ടിലും പുറത്തും ഒക്കെ? ഉണ്ട് മാം, വീട്ടില് കൂടുതലായിട്ട് നല്ലപോലെ നോക്കാറുണ്ട്. വെള്ളമൊക്കെ താഴെ വീണിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യും. പിന്നെ ഗ്ലാസ് അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും കയ്യിൽ കൊടുക്കാറില്ല. പിന്നെ പാത്രത്തിലൊന്നും വെള്ളം നിറച്ചു വെക്കാറില്ല. ഡോർ എപ്പോഴും ക്ലോസ്ഡ് ആയിരിക്കും. അങ്ങനെയൊക്കെ ശ്രദ്ധിക്കാറുണ്ട് അല്ലേ? ഓക്കെ. അപ്പോ ഇതിനകത്ത് പറയുന്നത് പ്രധാനമായിട്ടും കുട്ടികളുടെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ. സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇതില് സേഫ്റ്റി എന്ന് ഉദ്ദേശിക്കുന്നത് വീട്ടിലും, അതായത് ഒരു കുട്ടി തന്റെ വീട്ടിലും അതുപോലെ തന്നെ പുറത്തും ആ കുട്ടിക്ക് ലഭിക്കുന്ന സേഫ്റ്റിയെ കുറിച്ചിട്ടാണ് പ്രധാനമായിട്ടും പറയുന്നത് കേട്ടോ. വീട്ടിൽ മാത്രമല്ല, പുറത്തും കുട്ടി സുരക്ഷിതനായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടിട്ട് വരുന്നത് നമുക്ക് നോക്കാം. അതായത് ഫസ്റ്റ് തന്നെ നമ്മൾക്ക് കോമൺ ആയിട്ട് അറിയുന്ന ഒരു കാര്യമാണ് മരുന്നുകൾ. ചില മെഡിസിൻസ്
അതുപോലെ തന്നെ കെമിക്കൽസ്, അതുപോലെ അപകടകരമായിട്ടുള്ള ഒബ്ജക്റ്റുകൾ അല്ലെങ്കിൽ വസ്തുക്കള്, ഇതൊക്കെ കുട്ടിക്ക് ലഭ്യമാകാതെ സൂക്ഷിക്കാന്നുള്ളത് അല്ലെ. നമ്മൾ പല പല വാർത്തകളും മറ്റും കേട്ടിട്ടുണ്ട് അല്ലെ. കുട്ടി മരുന്നെടുത്ത് കഴിച്ചു, അല്ലെങ്കിൽ കുട്ടി പാറ്റ ഗുളിക എടുത്ത് കഴിച്ചു, അല്ലെങ്കിൽ കുട്ടി മണ്ണെണ്ണ എടുത്ത് കഴിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ പറയാ കേട്ടു വരാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടോ? നിങ്ങൾ കുട്ടികളുടെ കയ്യെത്തുന്ന തരത്തിലാണ് മരുന്നുകൾ സൂക്ഷിക്കുന്നത്? ഉണ്ട് മാം. എൻ്റെ ഒരു റിലേറ്റീവ് ഒരു കുട്ടി ഗുഡ് നൈറ്റ് എടുത്ത് കുടിച്ചു. ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റിന്റെ അതിന്റെ ലിക്വിഡ് എടുത്ത് കുടിച്ചു. പിന്നെ വലിയ സീനൊന്നും ആയില്ല. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ശരിയായി, ക്ലീനിങ് ഒക്കെ ചെയ്ത് അങ്ങനെ ശരിയാവുമായിരുന്നു. ശരിയാണ്. ഓക്കെ. എന്റെ മോൻ ചെവി ചുക്ക് എടുത്ത് കുടിച്ചു. എന്താണ്? ചെവി ചുക്ക് പശ ഉണ്ടല്ലോ. ഓ ഫെവിക്വിക്ക്. ഓ അതെടുത്ത് കുടിച്ചു. ഉള്ളി പോയില്ലെന്ന് തോന്നുന്നു. വായിലൊക്കെ അതായി ഭയങ്കര കരച്ചിലുമായി. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സ്കാനിങ് ഒക്കെ ചെയ്ത് ഇപ്പം വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ വേറെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഓക്കെ. എന്റെ തൊട്ടടുത്തൊരു നൈബർ ഉണ്ടായിരുന്നു മാം. ആ കുട്ടി ഇതുപോലെ ഹിറ്റ് ഇല്ലല്ലോ നമ്മളിങ്ങനെ സ്പ്രേ ചെയ്യുമ്പോൾ വരണത്. അപ്പൊ ആ കുട്ടിക്ക് ആദ്യമായിട്ട് വാട്ടർ ബോട്ടിൽ വാങ്ങിച്ചു കൊടുത്തപ്പോ വാട്ടർ ബോട്ടിൽ ഇങ്ങനെ സ്ട്രോ പോലെ ഉള്ളത് ആ കുട്ടി ആദ്യമായിട്ട് അത് കണ്ടത്. അപ്പൊ വാട്ടർ ബോട്ടിൽ ആ സ്ട്രോ പോലെയാണ്, ഹിറ്റിൽ ഇങ്ങനെ നമുക്ക് നീളത്തിലൊരു സ്ട്രോ കാണുമല്ലോ. അപ്പൊ അങ്ങനെ വിചാരിച്ചിട്ട് അതിങ്ങനെ സ്പ്രേ ചെയ്ത് വായിലേക്ക് ആക്കി. പെട്ടെന്ന് തന്നെ ഒരു മണിക്കൂറിനുള്ളിൽ ഫുൾ ബ്ലൂ കളറായി, മേലൊക്കെ ബ്ലൂ കളറായി, കണ്ണ് നഖം ഒക്കെ ബ്ലൂ ആയപ്പോ അത്ര നേരം കഴിഞ്ഞിട്ട് മാത്രമേ വീട്ടുകാർ അത് അറിഞ്ഞിട്ടുള്ളൂ. അതുവരെ ആരും അറിഞ്ഞില്ല. കുട്ടി കളിക്കായിരുന്നു അടുക്കളയുടെ പുറകുവശത്ത്. അപ്പൊ ബ്ലൂ കളറിലേക്ക് മാറി തുടങ്ങിയപ്പോഴാണ് അറിഞ്ഞത്. അപ്പൊ തന്നെ അപ്പോളോ, നമ്മുടെ അങ്കമാലി അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അത് നന്നായിട്ട് ചെസ്റ്റിനെ ഇൻഫെക്ട് ചെയ്തു, ലങ്സിനെ ഇൻഫെക്റ്റഡ് ആയി. ഏകദേശം ഒരു മാസത്തോളം ICUയിൽ മാത്രമായിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും റിക്കവറി ആയോ എന്ന് ചോദിച്ചാൽ ഇല്ല മാം. കാരണം ഇപ്പോഴും ആ കുട്ടിക്ക് ഇടവിട്ട് പനി, നിമോണിയ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട്. പക്ഷെ ഭാഗ്യത്തിനൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ ആ കുട്ടിക്ക് സ്റ്റിൽ ഇപ്പോഴും നിമോണിയ പോലെയും പനി പോലെയൊക്കെ എപ്പോഴും വന്നോണ്ടിരിക്കുക. അപ്പോ നമ്മള് കുട്ടികളുടെ, അതായത് കുട്ടികളുള്ള വീടുകളിലാണെങ്കിൽ, പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികളിലൊക്കെ വീടുകളാണെങ്കിൽ അവർക്ക് എന്താണ് കാര്യമായിട്ട് അതിനെക്കുറിച്ച് അറിവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവണം എന്നില്ല. അപ്പൊ മെഡിസിൻസ്, അതിപ്പോ കുട്ടികൾക്ക് കൊടുക്കുന്ന മെഡിസിൻസ് ആയാലും, അതുപോലെ തന്നെ വീട്ടില് അതായത് ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ധാരാളം മരുന്നുകൾ ഉപയോഗിക്കുന്ന ആളുകളാണല്ലോ. ഇവരൊക്കെ ഉപയോഗിക്കുന്ന മരുന്നുകള് കുട്ടികളുടെ കൈ എത്താത്ത ദൂരത്തിൽ എന്ത് ചെയ്യണം, നമ്മൾ കെപ്റ്റ് ചെയ്യണം. ഓക്കെ. അപ്പൊ കുട്ടികളുടെ തന്നെ പലതരം മരുന്നുകൾ ഉണ്ടാവാം. കുട്ടികൾക്ക് അസുഖം വരുമ്പോൾ കൊടുക്കുന്ന പാരസെറ്റമോൾ ഉണ്ടാവാം, ടാബ്ലറ്റ് ഉണ്ടാവാം, അതുപോലെ കഫ് സിറപ്പുകൾ ഉണ്ടാകാം. പിന്നെ മുതിർന്നവരൊക്കെ ഉപയോഗിക്കുന്ന ഷുഗറിന്റെ ടാബ്ലറ്റ് ഉണ്ടാകാം. മുതിർന്നവർക്ക് ധാരാളം മരുന്നുകൾ ഉപയോഗിക്കാറുണ്ടല്ലോ മുതിർന്ന ആളുകൾ. അപ്പൊ അവരൊക്കെ ഉപയോഗിക്കുന്ന മരുന്നുകൾ ചിലപ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യും, ചില ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ ഡൈനിങ് ടേബിളിലായിരിക്കും ഗുളികകൾ ടാബ്ലറ്റ് ഒക്കെ കൊണ്ടുവയ്ക്കുന്നത്. അതായത് മരുന്നിന്റെ ഒരു ടിൻ ഉണ്ടാവും, അത് കൊണ്ടുവയ്ക്കും, മരുന്ന് കഴിക്കും, എന്നിട്ട് അതവിടെ മറിച്ചിട്ട് പോകും. ഓക്കെ. ഈ സമയത്തായിരിക്കും കുട്ടി വന്ന് അത് ഡൈനിങ് ടേബിളിൽ നിന്ന് കയ്യെത്തി പിടിക്കുകയും ആ മെഡിസിൻ ഈ കുട്ടി വിഴുങ്ങുകയും ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ചില കുട്ടികൾക്ക് ഹോമിയോ മരുന്നുകൾ ഭയങ്കര ഇഷ്ടമാണ്. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോമിയോ മരുന്നുകളുടെ പ്രത്യേകത എന്താ? മധുരം ഉണ്ടായിരിക്കും. നല്ല മധുരമായിരിക്കും അല്ലെ. മിഠായി പോലെ നമുക്ക് തിന്നാനായിട്ട് പറ്റും. ഓക്കെ. അപ്പൊ ഇത്തരം ഹോമിയോ മരുന്നുകൾ എനിക്ക് തോന്നുന്നു അധികം സൈഡ് എഫക്റ്റ് ഇല്ല. എന്നിരുന്നാലും അതൊക്കെ അങ്ങനെ തന്നെ വിഴുങ്ങാനായിട്ട് കുട്ടികൾ ടെൻഡൻസി കാണിക്കാറുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാല് സുരക്ഷിതമായിട്ട്, അതായത് കുട്ടികളുടെ കയ്യെത്തുന്ന ദൂരത്ത് ഒരിക്കലും മരുന്നുകൾ കെപ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. നമ്മൾ ചിലപ്പോൾ അടുക്കള ജോലിയിലായിരിക്കാം, വീട്ടിൽ മറ്റാരും ഉണ്ടായില്ലായിരിക്കാം. അപ്പൊ ആ സമയത്തൊക്കെ കുട്ടി ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കുമ്പോൾ ഈ മരുന്നുകളൊക്കെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ കുട്ടി അത് എടുക്കുകയും അത് വായിലോട്ട് ഇടുകയും ചെയ്യും. കുട്ടികൾക്ക് കൗതുകമാണ്, എന്ത് കിട്ടിയാലും വായിലേക്ക് ഇടാനുള്ള ടെൻഡൻസി കുട്ടികൾക്ക് കൂടുതലാണ്. അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. എന്തൊരു കാര്യം കിട്ടിയാലും, മരുന്നുകൾ തന്നെയാണെന്നില്ല, എന്തൊരു കാര്യം കിട്ടിയാലും അവരത് വായിൽ കൊണ്ടുപോകും. ഓക്കെ. അപ്പൊ ഒരിക്കലും അത് കുട്ടികളുടെ
കൈ എത്തുന്ന ദൂരത്തില് വെക്കാനായിട്ട് പാടില്ല. ഏറ്റവും മുകളിലായിട്ടൊക്കെ അത് സൂക്ഷിച്ചു വെക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, ഞാന് നമ്മുടെ MTയുടെ മുമ്പത്തെ ഒരു ബാച്ചില് ഒരു കുട്ടിയോട്, അതായത് പല കുട്ടികളോടും സംസാരിച്ചിട്ടുണ്ട്, സ്റ്റുഡൻസിനോട് ഈ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ ഒരു കുട്ടി പറഞ്ഞതാണ് ആ കുട്ടിയുടെ മോള് ടർപ്പൈൻ എടുത്തു കഴിച്ചു. ടർപ്പൻ ഉണ്ടല്ലോ, അത് എടുത്തു കഴിച്ചു. അവരുടെ ശ്രദ്ധയിൽ അപ്പൊ തന്നെ പെട്ടത് കൊണ്ട് പെട്ടെന്ന് ആശുപത്രിയിൽ പോയി ഉടനടി ട്രീറ്റ്മെന്റ് ആരംഭിച്ചു. കുറച്ച് നാളുകൾ ശേഷമാണ് കുട്ടി റിക്കവർ ആയി വന്നത്. കാരണം ഈ സാധനമൊക്കെ, ഈ ടർപ്പൻ എന്ന് പറയുന്ന സാധനമൊക്കെ എന്താണ്, കുട്ടികളുടെ നേരെ കൊണ്ട് വയ്ക്കുമ്പോഴാണല്ലോ, കുട്ടികൾക്ക് ഇത് അറിയുന്നില്ല എന്താണെന്ന്. അതുപോലെ തന്നെ നമ്മൾക്ക് വേറെ ഒരു ടെൻഡൻസി, ഞാൻ ഒരു ദിവസം ഒരു വീട്ടിൽ ചെന്നപ്പോ കണ്ടതാണ്. ആ വീട്ടിലെ കിച്ചണില് സ്പ്രിന്റിന്റെ കുപ്പിയാണ്, 10 രൂപയുടെ സ്പ്രിന്റിന്റെ കുപ്പി. അതവിടെ ഇരിക്കുവാണ്, താഴത്തിരിക്കുവാണ്. ചെറിയ കുട്ടികളുള്ള വീടാണ്. അപ്പൊ ഞാൻ ചോദിച്ചത് എന്താണ് സ്പ്രിന്റ് ഇവിടെ കൊണ്ടുവച്ചേക്കണെന്ന് ചോദിച്ചു ആ ചേച്ചിനോട്. അപ്പൊ ആ ചേച്ചി പറയാണ്, ഇത് സ്പ്രിന്റ് അല്ല മോളെ, ഇത് ഡീസൽ ആണെന്ന് പറയുവാണ്. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ കുട്ടികൾ എന്താ ചെയ്യാ? സ്പ്രിന്റിന്റെ കുപ്പി, ഫ്രൂട്ടിയുടെ കുപ്പിയൊക്കെ കാണുമ്പോൾ എന്താ ചെയ്യാ? എനിക്കൊന്ന് ഫ്രൂട്ടിയുടെ കുപ്പി കുഴപ്പമുണ്ടാവില്ല, കാരണം അറിയാനായിട്ട് സാധിക്കും. സ്പ്രിന്റിന്റെ കുപ്പി, 7-Upന്റെ കുപ്പി, ഇതിനകത്ത് അതിന്റെയൊക്കെ ബോട്ടിൽ നമുക്ക് അറിയാൻ പറ്റില്ല, അതിന്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാനായിട്ട് പറ്റില്ല. എടുത്ത് കുടിച്ചാലാണ് അറിയുന്നേ അത് സ്പ്രിന്റ് അല്ല, അല്ലെങ്കിൽ 7-Up അല്ല, വേറൊരു സാധനമാണ്. അപ്പൊ മണ്ണെണ്ണ, അതുപോലെ തന്നെ ഈ ഒരു ഡീസൽ മുതലായ സാധനങ്ങളൊക്കെ ഇങ്ങനെയുള്ള, അതായത് ഈ കൂൾ ഡ്രിങ്ക്സ് വരുന്ന കുപ്പികളിൽ ആക്കി വെച്ച് കഴിഞ്ഞാല് കുട്ടികൾ വിചാരിക്കും അത് കുടിക്കുന്ന എന്തോ സാധനമാണ് എന്നേ വിചാരിക്കുള്ളൂ അല്ലെ. അപ്പോ അത് നമ്മൾ സൂക്ഷിക്കേണ്ട ഒന്നാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഇതുപോലെ തന്നെ നമ്മുടെ സ്റ്റുഡൻസിനോട് കാര്യങ്ങൾ ഷെയർ ചെയ്തപ്പോൾ അതിനകത്തൊരു കുട്ടി പറഞ്ഞാണ്, അവരുടെ മോള് 3 വയസ്സായിട്ടുള്ളൂ, കുട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 വയസ്സായിട്ടില്ല, 2 വയസ്സ് കഴിഞ്ഞ് 2.5 വയസ്സായിട്ടുണ്ട്. കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് മുത്തുമാലകൾ, അതായത് ധാരാളം മുത്തുകളുണ്ട്, ആ മുത്തുകൾ എടുത്താണ് കളിക്കുന്നത്. അപ്പൊ കളിക്കുന്നതിനിടയ്ക്ക് കുട്ടി ചെറിയൊരു മുത്താണ്, ആ മുത്ത് എടുത്തിട്ട്, വീടുണ്ടല്ലോ അതിനായിട്ട് ഞാൻ പറയുന്നത് മുത്തെന്ന്, മാലയൊക്കെ കോർക്കാൻ എടുക്കുന്നത് കണ്ടിട്ടില്ലേ നിങ്ങൾ? ചെറിയ ചെറിയ മുത്തുകൾ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ടോ? ഈ മുത്തെടുത്തിട്ട് ആ കുട്ടി ഇങ്ങനെ വെച്ചു വന്നു, അതായത് ഇങ്ങനെ നോക്കി, ഇങ്ങനെ നോക്കാ വെച്ച്, ഇങ്ങനെ നോക്കുന്നതിനിടയ്ക്ക് മുത്ത് മൂക്കിലോട്ട് കയറിപ്പോയി. മുത്ത് എന്ത് ചെയ്തു? മൂക്കിലോട്ട് കയറിപ്പോയി. പിന്നീട് ഈ സാധനം പോകുന്നില്ല. അപ്പൊ ഇവരിത് ആരും കണ്ടിട്ടില്ല. ഇത് കുറെ നാളായി സംഭവിച്ചിട്ട്, പക്ഷെ ഇത് ആരും അറിഞ്ഞിട്ടില്ല. പക്ഷെ കുട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് ജലദോഷം വരുന്നു, തുമ്മല് വരുന്നു, മൂക്കിന്ന് ഒരു കെട്ട സ്മെല്ല്, ചീത്തായിട്ടുള്ള ഒരു സ്മെല്ല് വരുന്നു. അപ്പൊ ധാരാളം ഡോക്ടേഴ്സിന് ഇവര് കാണിച്ചു. അപ്പൊ പലവരും പല മരുന്ന് കൊടുത്തു. ചിലര് പറഞ്ഞു അലർജിയുടെ ആണ്, ചുമയും ജലദോഷം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള തുമ്മലും ജലദോഷവും വരുന്നെന്ന് പറഞ്ഞു. ചിലര് പറഞ്ഞു തലവേദന, അതായത് തലയ്ക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടാണ് ഇങ്ങനെ ഒരു ഇത് കാണിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ കുട്ടിക്ക് ആവശ്യമില്ലാത്ത കുറെ മരുന്നുകൾ ഇങ്ങനെ കൊടുത്തു. പക്ഷെ ഈ മണത്തിന് സ്മെല്ല് വരുന്നുണ്ടല്ലോ, അതിന് യാതൊരു വ്യത്യാസവും വരുന്നില്ല. അങ്ങനെ ഇവര് ലാസ്റ്റ് ഫൈനലി ഒരു കൊല്ലം ആവാറായി തോന്നുന്നു, കുട്ടി ഒരു ഡോക്ടറെ കാണിച്ചു. അപ്പോ ആ ഡോക്ടറാണ് ഡയഗ്നോസ് ചെയ്യുന്നത് കുട്ടിയുടെ ഉള്ളില്, അതായത് ഈ ഒരു ഭാഗത്ത്, അതായത് മൂക്കിന് നേരെ ഈ ഒരു ഭാഗത്ത് ഇവിടെയായിട്ട് മുത്തിരിപ്പുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ആ കുട്ടി പാവം എത്ര നാളത് സഹിച്ച് വെച്ചിട്ടുണ്ടാവും അല്ലെ, വേദന തിന്നിട്ടുണ്ടാവും. കുട്ടിക്ക് വേദന ഉണ്ടായിരിക്കാം, കുട്ടിക്ക് പറയാൻ അറിയില്ലല്ലോ പക്ഷെ ഇതെങ്ങനെയാണെന്ന്. പുറമേ നമുക്ക് കാണാൻ പറ്റുന്ന ധാരാളം കുട്ടി കരയുന്നുണ്ടെന്ന് പറഞ്ഞു, ഇടയ്ക്കിടയ്ക്ക് കുട്ടി കരച്ചിലാണ് ഈ തുമ്മല് വരുമ്പോൾ അല്ലെങ്കിൽ സ്മെല്ല് വരുമ്പോൾ എന്ന് പറയുന്നു. അങ്ങനെ ലാസ്റ്റ് ഇത് കണ്ടെത്തി, ഈ ഒരു ഇത് ചെയ്തപ്പോ മുത്തിരിപ്പുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അത് റിമൂവ് ചെയ്തു അവര്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഇടയില് സംഭവിച്ചു വരാറുണ്ട്. അപ്പൊ ഒരിക്കലും കുട്ടികൾക്ക് അപകടകരമായിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് നമ്മൾ അവരുടെ കയ്യിൽ കൊടുക്കാനോ അല്ലെങ്കിൽ അവർക്കത് ലഭ്യമാകാതെ നമ്മൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ സൂക്ഷിക്കുക. അതുപോലെ തന്നെ വേറൊന്നാണ് ഇലക്ട്രിക് വയറുകള് ഇൻസുലേറ്റ് ചെയ്ത് സൂക്ഷിക്കുക എന്നുള്ളത്. ഓക്കെ, വയറുകളൊക്കെ ഉണ്ടാവും, ഇലക്ട്രിക് വയേഴ്സ് ധാരാളം ഉണ്ട് നമ്മുടെ വീടുകളിലൊക്കെ അല്ലെ. അപ്പോ അത് കയറി പിടിച്ചാൽ എന്ത് പറ്റും? വർക്കിംഗ് ആണെങ്കിൽ ഷോക്ക് അടിക്കും.
ഷോക്ക് അടിക്കാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അത് ഇൻസുലേറ്റ് ചെയ്ത് സൂക്ഷിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പൊട്ടിയ ഗ്ലാസ് കഷ്ണങ്ങള് വലിച്ചെറിയുക. വലിച്ചെറിയുക എന്ന് പറഞ്ഞാല് നമ്മള് മുറ്റത്തോട്ട് അങ്ങനെയുള്ള കാര്യങ്ങളോട്ടൊന്നും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വലിച്ചെറിയരുത്. അത് കറക്റ്റ് ആയിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുക. ഇപ്പോ കുട്ടികളൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ എന്തെങ്കിലും ഗ്ലാസോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലേറ്റോ ഒക്കെ താഴെ വീണ് പൊട്ടിക്കഴിഞ്ഞാല് അതിന്റെ പല പാർട്ടുകളും സ്പ്രെഡ് ആയി കിടക്കും അല്ലെ. അത് നമ്മൾ ഉടനെ തന്നെ എന്ത് ചെയ്യണം, ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യണം. അത് വെറുതെ അടിച്ചു വാരിയാൽ മാത്രം പോരാ, അവിടെ ഒന്ന് നമ്മൾ ക്ലീൻ ചെയ്തിരിക്കണം, തുടയ്ക്കണം അല്ലെ. അല്ലെങ്കിൽ നേരിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടാവും, ചെറിയ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള നമുക്ക് കാണാൻ പറ്റാത്തത്ര ചില്ല് കഷ്ണങ്ങളൊക്കെ ചിലപ്പോ തറയിൽ വീണ് കിടപ്പുണ്ടാകും. ഇത് കുട്ടികളുടെ കാലിൽ കയറുകയും പിന്നെ അവിടെ സെപ്റ്റിക് ആവുകയൊക്കെ ചെയ്യാറുണ്ട്. കണ്ടുവരാറുള്ള പ്രവണതയാണ് ഇതൊക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പൊട്ടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തറയിൽ വീഴുവാണെങ്കിൽ അപ്പൊ തന്നെ ഡീപ് ക്ലീൻ ചെയ്യാന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ദൂരേക്ക് അത് ഡെപ്പോസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വലിച്ചെറിയുമ്പോൾ എന്ന് പറയുന്നത് ദൂരെയുള്ള സ്ഥലത്തോട്ട് അത് കളയുക. നമ്മുടെ മുറ്റത്ത് കുഞ്ഞുങ്ങൾ നടക്കുന്ന സ്ഥലത്തൊന്നും പുറത്തോട്ടൊന്നും നമ്മൾ അതൊരിക്കലും കളയാനായിട്ട് പാടില്ല. അതൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു, എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ തറയില് അല്ലെങ്കിൽ നമ്മുടെ ഫ്ലോറില് വെള്ളം അല്ലെങ്കിൽ ഓയില് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വീണ് കഴിഞ്ഞാല് അത് ഉടനടി തന്നെ ക്ലീൻ ചെയ്യുക അല്ലെ. അതായത് ഈ കുട്ടികളുള്ള വീടൊക്കെ ആണെങ്കിൽ, ഇപ്പൊ നടക്കാൻ തുടങ്ങുന്ന കുട്ടികളൊക്കെ ഉള്ള വീടൊക്കെ ആണെങ്കിൽ അവർ ഏത് സമയവും കിച്ചണിൽ വരും അല്ലെ. കിച്ചണിൽ വന്നിട്ട് അവിടെയുള്ള സാധനങ്ങളൊക്കെ കയ്യെത്തി പിടിക്കാനായിട്ട് നോക്കും. നമുക്കറിയാം, അതായത് കിച്ചണിൽ ഒരു കബോർഡ് ഉണ്ടെങ്കിൽ അവിടെ ഏറ്റവും താഴെയാണ് ചിലപ്പോൾ ടിന്നുകളൊക്കെ വെച്ചിട്ടുണ്ടാവണമെങ്കിൽ ആ ടിന്നുകളൊക്കെ ചിലപ്പോൾ മറിച്ചിടും. ഓയിലിന്റെ കുപ്പി അവിടെ ഇരിക്കുവാണെങ്കിൽ ഓയിൽ കുപ്പി, പ്രത്യേകിച്ച് ഗ്ലാസ് ഐറ്റം ആണെങ്കിൽ അത് ചിലപ്പോ തട്ടി എന്ത് ചെയ്യും, കുട്ടി താഴെ ഇടാനും അത് പൊട്ടാനും ഓയില് പോകാനൊക്കെ ചാൻസ് വളരെ കൂടുതലാണ്. അതിന്റെ ഫലമായിട്ട് ചിലപ്പോ ആ കുട്ടി ആ ഓയിലിൽ തന്നെ വീഴുകയും ചിലപ്പോ അത് ഗ്ലാസ് ഐറ്റം ആണെങ്കിൽ അതിന്റെ ചില്ല് കാലിൽ അപ്പോ ഇങ്ങനെയുള്ള ഈ ഓയില് അതുപോലെ തന്നെ വെള്ളം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് തറയില് ഫ്ലോറിൽ വീണ് കിടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അപ്പൊ തന്നെ അത് ക്ലീൻ ചെയ്ത് നമ്മൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് എയ്ഡ് എപ്പോഴും കയ്യെത്തും ദൂരത്ത് ഉണ്ടാകണം. ഫസ്റ്റ് എയ്ഡ് ബോക്സ് എപ്പോഴും കുട്ടികളുള്ള വീടാണെങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ കീപ്പ് ചെയ്യേണ്ടതുണ്ട്. അതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഓക്കെ. അപ്പൊ നമുക്ക് ഇന്ന് ഇവിടം വരെ എടുത്താൽ മതി. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിന്റെ കണ്ടിന്യൂഷൻ പറയാം കേട്ടോ. ഓക്കെ. ആരെങ്കിലും ഒരാളൊരു ആക്ഷൻ സോങ് ചെയ്തേ. ആക്ഷൻ സോങ് ചെയ്യാവോ ആർക്കെങ്കിലും ഒരാൾക്ക്? നിത്യ, പ്രതീഷ് ആക്ഷൻ സോങ് ചെയ്യാവോ ഒരെണ്ണം? ഞാൻ ഒരെണ്ണം പോലും നോക്കിയിട്ടില്ല മിസ്സേ. നിങ്ങൾ ചെയ്യാറില്ലേ ക്ലാസ്സിൽ ആക്ഷൻ സോങ് ഒന്നും? ആരോ ഒരാള് ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം എല്ലാവരും ഒരു ആക്ഷൻ സോങ് പ്രിപ്പയർ ചെയ്തിട്ട് പ്രസന്റ് ചെയ്യാൻ തയ്യാറായിട്ട് വരിക കേട്ടോ. അടുത്ത ക്ലാസ്സിൽ എല്ലാവരും, ഞാൻ ഇന്ന ആളുകൾ പറയുന്നില്ല, നിങ്ങളെ കുറച്ചും കൂടി ആക്റ്റീവ് ആക്കേണ്ടതുണ്ട്. എല്ലാവരും ഒരു ആക്ഷൻ സോങ് കേട്ടോ ഞാനിവിടെ പ്രസന്റ് ചെയ്യാനായിട്ട് പറയും. അപ്പൊ വീഡിയോ ഓൺ ചെയ്ത് കാണിക്കുവാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആണ്. ആക്ഷൻ സോങ് അല്ലേ? ഓക്കെ ആണല്ലോ? ഓക്കെ മാം. ഓക്കെ ആണ്. ഓക്കെ. അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വിഷു. നമ്മൾ വിഷു കഴിഞ്ഞിട്ടേ കാണുള്ളൂ. അഡ്വാൻസ് ഹാപ്പി വിഷു കേട്ടോ. ഹാപ്പി വിഷു മാം. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ.